പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്ന നല്ല ഈശോയെ, ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. കാവൽ മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന ഈശോയെ, ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാം. എനിക്കായിട്ട് തന്നിരിക്കുന്ന കാവൽ മാലാഖയുടെ സംരക്ഷണം എപ്പോഴും എനിക്ക് നൽകി അനുഗ്രഹിക്കണം. വിശുദ്ധ ബെർണാഡ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുക, മാലാഖയുടെ സംരക്ഷണം നീ കൃതജ്ഞത ഉള്ളവനായിരിക്കുക, മാലാഖയിൽ ശരണപ്പെടുക, മാലാഖയെ സ്നേഹിക്കുക, എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളും മാലാഖയിലേക്ക് തിരിഞ്ഞ് അപേക്ഷിക്കുക. പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് മാലാഖമാരെക്കുറിച്ച് ധാരാളം കാണാനായിട്ട് സാധിക്കും. സ്തുതിപ്പിൻ്റെ മാലാഖമാർ, ദൈവവചന സംരക്ഷകരായ മാലാഖമാർ, ദൂത് നൽകുന്നവർ, വഴി നടത്തുന്നവർ, മാലാഖമാർ എപ്പോഴും സംരക്ഷണത്തിനും വഴി നടത്തലിനും പൈശാചിക ബന്ധനങ്ങൾക്കെതിരെയും ഒക്കെ നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്താനുമായിട്ട് ദൈവം നിയോഗിച്ച ശുശ്രൂഷകൻ. ഈ കാവൽ മാലാഖമാരെ ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധ ബെർണാഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ജപമാല മാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുവാനും കൃപ നിറഞ്ഞവരായി മാറിയ പരിശുദ്ധ മറിയത്തെ പോലെ കൃപ നിറഞ്ഞവരായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കർത്താവ് പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കർത്താവെ, അങ്ങേ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഞങ്ങൾക്കൊന്നും കുറവ് വരികയില്ലെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കൊണ്ട് വിളിച്ച വിളിയിൽ സ്ഥിരമായി നിൽക്കുവാനും ഈ വിളി മഹത്വം കണ്ടെത്തുവാനും കൃപ നൽകണം. കലപ്പയിൽ കൈവച്ചിട്ട് പിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ലെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കും. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം യോഗ്യതയോടുകൂടി ജീവിക്കുവാൻ നീ കൃപ നൽകി അനുഗ്രഹിക്കണം. മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം. നിന്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം ഞങ്ങളുടെ മേൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.